നമുക്കിന്ന് കുറച്ച് മാങ്ങ പറിക്കാം. ഈ മാവിനൊരു കഥയുണ്ട്. ഞാൻ വാണിക്ക് കുറച്ച് മാങ്ങ കൊടുത്തതായിരുന്നു, കണ്ണപുരം മാങ്ങ കൊടുത്തതാ. അപ്പൊ ആ മാങ്ങ കഴിച്ചിട്ട് അതിന്റെ മാങ്ങാണ്ടി കുഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ മാവ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 വർഷം എടുത്തില്ല ഇത് കാ പിടിക്കാൻ. 5ാമത്തെ വർഷം മുതൽ നമുക്ക് ഈ കണ്ണപുരം മാങ്ങ കിട്ടി തുടങ്ങി. ഈ കണ്ണപുരം മാങ്ങയാണ് ശരിക്കും പറഞ്ഞാൽ കുറ്റ്യാട്ടൂർ മാങ്ങ, ഭൗമസൂചിക പദവി നേടിയിട്ടുള്ള കുറ്റ്യാട്ടൂർ മാങ്ങ എന്നും, കുഞ്ഞിമംഗലം മാങ്ങ, നമ്പ്യാർ മാങ്ങ, ചോപ്പൻ മാങ്ങ, കണ്ണപുരം മാങ്ങ, ഇതെല്ലാം ഒരേ ഇനം മാവ് തന്നെയാണ്. പക്ഷെ അതായത് മണ്ണിന്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റിൽ ചെറുതായിട്ട് വ്യത്യാസം വരും. നല്ല ടേസ്റ്റുള്ള ഇനാണ് ഈ കണ്ണപുരം മാങ്ങ എന്ന് പറയുന്നത്. അവസാനം നമുക്ക് പറിക്കാൻ പറ്റാത്ത നല്ല ഹൈറ്റിലുള്ള മാങ്ങയൊക്കെ നമ്മൾ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ടാർപ്പായി 4 സൈഡും വലിച്ചു കെട്ടിയിട്ട് കുലുക്കി അതിനകത്തോട്ട് ഇടുവാണ്, ഓരോന്നോരോന്ന് പറിച്ചിടുവാണ്. അപ്പോൾ അത് നല്ല സേഫ് ആയിട്ട് ഒട്ടും താഴെ വീഴാതെയാണ് നമുക്ക് കിട്ടുന്നത്. താഴെ വീണ് കഴിഞ്ഞാൽ ഇത് ചതഞ്ഞ് ടേസ്റ്റ് ഇല്ലാതെ വരും. അപ്പോൾ 4-5 കൊട്ട നിറച്ച് നമുക്ക് കണ്ണപുരം മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എത്ര കിലോ ഉണ്ട് നമുക്ക് നോക്കാവേ. അപ്പോൾ ഏകദേശം 90 കിലോളം മാങ്ങ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കച്ചിക്കകത്ത് വെച്ച് പഴുപ്പിക്കാനാണ്. അപ്പോൾ ട്രേക്കകത്ത് കച്ചി വെച്ച് മാങ്ങ വെച്ചാണ് ഇതിൽ ചൂട് കൊടുത്തിട്ടാണ് ഇത് പഴുക്കുക. അപ്പോൾ കച്ചിക്കകത്ത് വെച്ചിട്ട് 3-4 ദിവസം ആകുമ്പോഴേക്കും നല്ല റെഡ് കളറ് മാങ്ങ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കതിന് കാത്തിരിക്കാം കൊതിയോടെ.